ഹലോ എവരിവൺ, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ക്ലോവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാനി എന്ന കവിതയാണ്. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. ആരാണ് എഴുതിയത്? ത്രിലോക് സിംഗ് ടക്കുറേല. പാനി സേ ഹർ ബൂന്ത് ബനി ഹെ, പാനി കാ ഹി സാഗർ, നഭ് മേ ബാദൽ ദൗഡ് ലഗാത്തെ, ഭർ പാനി കി ഘാഗർ. പാനി സേ ഹർ ബൂന്ത് ബനി ഹെ, ഓരോ തുള്ളിയും ഉണ്ടായിട്ടുള്ളത് വെള്ളം കൊണ്ട് തന്നെയാണ്. ബൂന്ത് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ്. ഓരോരോ തുള്ളിയും, വെള്ളത്തിൻ്റെ ഓരോരോ തുള്ളിയും വെള്ളം കൊണ്ട് തന്നെയാണ് ഓരോരോ തുള്ളിയും ഉണ്ടായിട്ടുള്ളത്. ബന്ന എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. പാനി കാഹി സാഗർ, വെള്ളം കൊണ്ട് തന്നെയാണ് സമുദ്രവും ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കടൽ. സാഗർ എന്ന് പറഞ്ഞാൽ സമുദ്രം അല്ലെങ്കിൽ കടൽ. നഭ് മേ ബാദൽ ദൗഡ് ലഗാത്തെ, ഭർ പാനി കി ഘാഗർ. കുടത്തിൽ വെള്ളം നിറച്ചതുപോലെ ആകാശത്ത് മേഘങ്ങൾ ഓടി നടക്കുന്നു എന്നാണ് പറയുന്നത്. നഭ് മേ, ആകാശത്തിൽ. നഭ് എന്ന് പറഞ്ഞാൽ ആകാശം, ബാദൽ മേഘം, ദൗഡ് ലഗാന ഓടുക, ഭർ നിറയുക, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, ഘാഗർ എന്ന് പറഞ്ഞാൽ കുടം അല്ലെങ്കിൽ പോട്ട്. അപ്പോൾ ബാദൽ ദൗഡ് ലഗാത്തെ, ആകാശത്തിൽ മേഘങ്ങൾ ഓടിക്കളിക്കുന്നു. ഏതുപോലെയാണ് ഓടിക്കളിക്കുന്നത്? ഒരു കുടത്തിൽ വെള്ളം നിറച്ചതുപോലെ. കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുന്നു. ഒരു കുടത്തിൽ വെള്ളം നിറച്ചതുപോലെ കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുന്നു. ആകാശത്തിൽ മേഘങ്ങൾ ഓടിക്കളിക്കുന്നു, ഒരു കുടത്തിൽ വെള്ളം നിറച്ചതുപോലെ. പാനി സേഹി ബഹത്തെ ജർനെ, വെള്ളം കൊണ്ട് തന്നെയാണ് അരുവികളൊക്കെ ഒഴുകുന്നത്. ജർന എന്ന് പറഞ്ഞാൽ അരുവി, ബഹത്തെ ഒഴുകുന്നത്. വെള്ളം ഉള്ളതുകൊണ്ട് തന്നെയാണ് അരുവികൾ ഒഴുകുന്നത്. നദിയ നാലേ ബഹത്തെ, നദികളും തോടുകളുമൊക്കെ ഒഴുകുന്നു. നാല എന്ന് പറഞ്ഞാൽ തോട് അല്ലെങ്കിൽ കനാൽ. നദികളും തോടുകളുമൊക്കെ ഒഴുകുന്നത് വെള്ളമുള്ളത് കൊണ്ടാണ്. താൽ തലയ്യ ജീൽ സരോവർ പാനി സേ ഭർ രഹത്തെ. താൽ തലയ്യ എന്ന് പറഞ്ഞാൽ തടാകവും കുളവും, ജീൽ തടാകം, ലേക്ക്, സരോവർ എന്ന് പറഞ്ഞാൽ പൊയ്ക. ഇവയൊക്കെ പാനി സേ ഭർ രഹത്തെ, വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പാനി സേ ഭർ രഹത്തെ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തടാകവും കുളവും പൊയ്കകളുമെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പാനി സേഹി ഫസലെ ഉഗ്തി, ഹർ വൻ ഉപവൻ ഫൽത്ത, പാനി സേഹി ഇസ് വസുധാ പർ സബ്കാ ജീവൻ ചൽത്ത. പാനി സേഹി ഫസലെ ഉഗ്തി. ഫസലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോപ്സ്. അപ്പോൾ വിളവുണ്ടാകുന്നതും വെള്ളം കൊണ്ട് തന്നെയാണ്, വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ? കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്, അത് കൃഷിയെല്ലാം നനച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് വിളവുണ്ടാകുന്നത്. പാനി സേഹി ഫസലെ ഉഗത്തി, വെള്ളം കൊണ്ട് തന്നെയാണ് വിളവുണ്ടാകുന്നത്. ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്സ്. ഹർ വൻ ഉപവൻ ഫൽത്ത, ഹർ വൻ ഉപവൻ, എല്ലാ വനങ്ങളും, ഉപവൻ ഉദ്യാനങ്ങളും, അതായത് ഉപവൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ, എല്ലാ തോട്ടങ്ങളും വനങ്ങളുമെല്ലാം പൂക്കുന്നതും കായ്ക്കുന്നതുമൊക്കെ വെള്ളമുള്ളത് കൊണ്ടാണ്. ഫൽത്ത, ഫൽന എന്ന് പറഞ്ഞാൽ കായ്ക്കുക. അപ്പോൾ പൂക്കുന്നതും കായ്ക്കുന്നതും എല്ലാം വെള്ളമുള്ളത് കൊണ്ടാണ്. നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അതിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? വെജിറ്റബിൾസിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് കായ്ക്കുന്നത്. പാനി സേഹി ഈസ് വസുധ പർ, വസുധ എന്ന് പറഞ്ഞാൽ ഭൂമി. ഈ ഭൂമിയിൽ വെള്ളം കൊണ്ട് തന്നെയാണ് സബ്കാ ജീവൻ ചൽത്ത, എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. സബ്കാ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, ജീവൻ ജീവിതം. അപ്പോൾ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലേ? ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് വെള്ളം. നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുന്നു. ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം വെള്ളം അത്യാവശ്യമാണ്. വെള്ളമില്ലാതെ ജീവിക്കാൻ തന്നെ കഴിയില്ല. आओ बचत करे पानी की, पानी उत्तम धन है, पानी से ही यह जग सुंदर, पानी से जीवन है. आओ बचत करे पानी की. ബച്ചത്ത് കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുക. അപ്പം നമുക്ക് വെള്ളത്തെ സംരക്ഷിക്കാം, വെള്ളം സംരക്ഷിക്കാം. പാനി ഉത്തം ധൻ ഹെ, ഉത്തം ധൻ ഹെ എന്ന് പറഞ്ഞാൽ വെള്ളം ഏറ്റവും നല്ല സമ്പത്താണ്, വെള്ളമാണ് ഏറ്റവും നല്ല സമ്പത്ത്. പാനി സേഹി യഹ് ജഗ് സുന്ദർ, വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ലോകം മനോഹരമായിരിക്കുന്നത്. ജഗ് എന്ന് പറഞ്ഞാൽ ലോകം,
സുന്ദർ സുന്ദരമായിരിക്കുന്നത്, മനോഹരമായിരിക്കുന്നത്. പാനി സേ ജീവൻ ഹെ, വെള്ളമുള്ളതുകൊണ്ടാണ് ഈ ജീവിതം തന്നെ നിലനിൽക്കുന്നത്. ബച്ചത് കർണ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. ഉത്തം ധൻ, ഏറ്റവും നല്ല ധനം അല്ലെങ്കിൽ ഏറ്റവും നല്ല സമ്പത്ത്. ജഗ് എന്ന് പറഞ്ഞാൽ ലോകം. സുന്ദർ സുന്ദരം അല്ലെങ്കിൽ മനോഹരം. ജീവൻ ഹെ, പാനി സേ ജീവൻ ഹെ, വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ് ജീവനും നിലനിൽക്കുന്നത്. ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.